സദൃശ്യവാക്യങ്ങൾ 2-ാം അധ്യായം. മകനെ, ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും ബോധത്തിന് നിന്റെ ഹൃദയം ചായിക്കുകയും ചെയ്യേണ്ടതിന് എൻ്റെ വചനങ്ങളെ കൈക്കൊണ്ട് എൻ്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ, നീ ബോധത്തിനായി വിളിച്ച് വിവേകത്തിനായി ശബ്ദം ഉയർത്തുന്നുവെങ്കിൽ, അതിനെ വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെപ്പോലെ തിരയുന്നുവെങ്കിൽ, നീ യഹോവ ഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്. അവൻ്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു. അവൻ നേരുള്ളവർക്ക് രക്ഷ സംഗ്രഹിച്ചു വയ്ക്കുന്നു. നിഷ്കളങ്കമായി നടക്കുന്നവർക്ക് അവൻ ഒരു പരിച തന്നെ. അവൻ ന്യായത്തിൻ്റെ പാതകളെ കാക്കുന്നു, തൻ്റെ വിശുദ്ധന്മാരുടെ വഴിയെ സൂക്ഷിക്കുന്നു. അങ്ങനെ നീ നീതിയും ന്യായവും നേരും സകല സന്മാർഗവും ഗ്രഹിക്കും. ജ്ഞാനം നിന്റെ ഹൃദയത്തിൽ പ്രവേശിക്കും, പരിജ്ഞാനം നിന്റെ മനസ്സിന് ഇമ്പമായിരിക്കും. വകതിരിവ് നിന്നെ കാക്കും, വിവേകം നിന്നെ സൂക്ഷിക്കും. ഇത് നിന്നെ ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും വികടം പറയുന്നവർ കൂട്ടത്തിൽ നിന്നും വിടുവിക്കും. അവർ ഇരുട്ടുള്ള വഴികളിൽ നടക്കേണ്ടതിന് നേരെയുള്ള പാത വിട്ടുകളയുകയും ദോഷപ്രവൃത്തിയിൽ സന്തോഷിക്കുകയും ദുഷ്ടൻ്റെ വികടങ്ങളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു. അവർ വളഞ്ഞ വഴിക്ക് പോകുന്നവരും ചൊവ്വല്ലാത്ത പാതയിൽ നടക്കുന്നവരുമാകുന്നു. അത് നിന്നെ പരസ്ത്രീയുടെ കയ്യിൽ നിന്നും ചക്കരവാക്കു പറയുന്ന അന്യസ്ത്രീയുടെ വശത്തു നിന്നും വിടുവിക്കും. അവൾ തൻ്റെ യൗവനകാന്തനെ ഉപേക്ഷിച്ച് തൻ്റെ ദൈവത്തിൻ്റെ നിയമം മറന്നുകളഞ്ഞിരിക്കുന്നു. അവളുടെ വീട് മരണത്തിലേക്കും അവളുടെ പാതകൾ പ്രേതന്മാരുടെ അടുക്കലേക്കും ചാഞ്ഞിരിക്കുന്നു. അവളുടെ അടുക്കൽ ചെല്ലുന്ന ഒരുത്തനും മടങ്ങി വരുന്നില്ല, ജീവൻ്റെ പാതകളെ പ്രാപിക്കുന്നതുമില്ല. അതുകൊണ്ട് നീ സജ്ജനത്തിൻ്റെ വഴിയിൽ നടന്ന് നീതിമാന്മാരുടെ പാതകളെ പ്രമാണിച്ചു കൊള്ളുക. നേരുള്ളവർ ദേശത്തു വസിക്കും, നിഷ്കളങ്കന്മാർ അതിൽ ശേഷിച്ചിരിക്കും. എന്നാൽ ദുഷ്ടന്മാർ ദേശത്തു നിന്ന് ഛേദിക്കപ്പെടും, ദ്രോഹികൾ അതിൽ നിന്ന് നിർമൂലമാകും. സദൃശ്യവാക്യങ്ങളിൽ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത്, വകതിരിവ് കാത്തുകൊള്ളുക, വിവേകത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക, ജ്ഞാനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുക. പരസ്ത്രീകളുടെ കയ്യിൽ അകപ്പെട്ടു പോകാതെ കാക്കുന്ന ഒരു ദൈവത്തെ സദൃശ്യവാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അന്യസ്ത്രീയുടെ വശത്തു നിന്നും വിടുവിക്കുന്ന, നമ്മെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തെ കാണാം. ജ്ഞാനത്തിന് ചെവി കൊടുത്തുകൊണ്ട് ജീവിക്കുവാനായിട്ട് ദൈവം ഇവിടെ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരിജ്ഞാനം കണ്ടെത്തുക. യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്. ജ്ഞാനം അന്വേഷിച്ച് നടന്ന് നമ്മുടെ ജീവിതം കളയരുത്. യഹോവയെ അന്വേഷിക്കുക. യഹോവ നമുക്ക് ജ്ഞാനം നൽകുന്നവനാണ്. നമ്മുടെ പാതകളെ നേരെയാക്കുന്നതിന് ദൈവം നമ്മെ സംരക്ഷിക്കുന്നത് ഈ വചനങ്ങൾ കൊണ്ടാണ്. വിവേകത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. ദൈവത്തിൻ്റെ വചനങ്ങളെ കൈക്കൊണ്ട് കൽപ്പനകളെ ഉള്ളിൽ സംഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുവാണെങ്കിൽ ദൈവം നമുക്ക് പരിജ്ഞാനം, ദൈവജ്ഞാനം ഇതൊക്കെയും നൽകും. യഹോവ ഭക്തിയോടുകൂടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ, മക്കളുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ സാധിക്കണം. ദോഷപ്രവൃത്തിയിൽ സന്തോഷിക്കുകയും ദുഷ്ടൻ്റെ വികടങ്ങളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ളതിൽ നിന്നൊക്കെയും നമുക്ക് നേരെയുള്ള പാതയിൽ നടക്കാൻ, ആ വളഞ്ഞ വഴികളിലൂടെ പോകാതെ നേരെയുള്ള പാതയിൽ നടക്കാൻ ദൈവം നമ്മോട് ആജ്ഞാപിക്കുന്നു. ദൈവം നമ്മെ അതിലേക്ക് നയിക്കും. ദുഷ്പ്രവൃത്തിക്കാരോട് കൂടെ സന്തോഷിച്ചു കൊണ്ടിരിക്കാതെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെയും ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള അവസ്ഥകളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇന്നത്തെ ലോകത്ത് തെറ്റിപ്പോകാതെ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ സാധിക്കണം. ആമേൻ.